ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖം തന്നെയാണ് കേട്ടോ. ഇന്ന് ഞാൻ പഴുത്ത പപ്പായ കൊണ്ട് ഒരു ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. പപ്പായ ജ്യൂസ് നല്ല ഹെൽത്തിയായും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പപ്പായ ജ്യൂസാണ് പഴുത്ത പപ്പായ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതെല്ലാവർക്കും ഇഷ്ടമാകും. അത് നമ്മുടെ വീട്ടിലുണ്ടായ പപ്പായ തന്നെയാണ്. ഈ പപ്പായമന്നാണ് വെച്ചാൽ ഞാൻ കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് പച്ച പപ്പായൊക്കെ പൊട്ടിച്ച് ഞാൻ ഇതിനു മുമ്പ് കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ പപ്പായ ഇപ്പോൾ ഒരെണ്ണം ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു താഴെ തന്നെ പഴുക്കാനായിട്ട്. അപ്പോൾ അതൊരുവിധം പഴുത്തു. അപ്പോൾ നമുക്ക് നിങ്ങളുടെ പൊട്ടിച്ചെടുക്കണം കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ പപ്പായ പൊട്ടിച്ച് കൊണ്ടുവന്നു. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ചോറും കുരുവൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി ഇതാ കഷ്ണങ്ങളാക്കിയിട്ടോ. ഇത് പച്ചയ്ക്ക് പപ്പായ പഴുത്തത് വെറുതെ കഴിക്കാനായാലും ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാനായാലും നല്ല ടേസ്റ്റ് തന്നെയാണ് അല്ലേ. അപ്പോൾ ഞാനിങ്ങനെ പപ്പായ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നീളത്തിൽ കഷ്ണങ്ങളാക്കി വെച്ചിട്ട് അതിലേക്ക് കുറേശ്ശെ കാലാനമക്കുണ്ടല്ലോ, ബ്ലാക്ക് സോൾട്ട് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ബ്ലാക്ക് സോൾട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വെളുത്ത കുരുമുളക് പൊടിയും അതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തു. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാനായിട്ട്. അതിന് ശേഷം കുറച്ച് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ബ്ലാക്ക് സോൾട്ട്, വെളുത്ത കുരുമുളക് പൊടിയും. അതിന് ശേഷം ഞാൻ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് ഒഴിച്ചത് അതൊരു ബ്രഷ് കൊണ്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിച്ചാൽ. വെറുതെ അങ്ങനെ കഴിക്കുന്നതിലും ടേസ്റ്റാണ് ഇങ്ങനെ പപ്പായ കഴിക്കുന്നത്. പപ്പായ എന്ന് തന്നെയല്ല, നമ്മൾ ഏത് ഫ്രൂട്ട്സ് ആയാലും ഇങ്ങനെ കഴിക്കാൻ നല്ലതാണ്. നമുക്ക് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് മാങ്ങ ആയാലും പൈനാപ്പിൾ ആയാലും ആപ്പിൾ ആയാലും എന്ത് ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുകയായാലും നമുക്കിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ കാലാൻ നമുക്ക് ബ്ലാക്ക് സോൾട്ടും ഇങ്ങനെ വെളുത്ത കുരുമുളക് പൊടിയും ഇങ്ങനെ ചെറുനാരങ്ങയുടെ നീര് അങ്ങനെ പുരട്ടി കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്കിങ്ങനെ കഴിക്കുന്നത് വളരെ ഇഷ്ടമാണ്. അപ്പം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ നിങ്ങളെ കാണിച്ചത് കേട്ടോ. എല്ലാവർക്കും ഇപ്പോൾ അറിയുമെന്ന് അറിയില്ല, അതുകൊണ്ടാണ്. അതിനുശേഷം ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂണ് റാഗി പൗഡർ എടുത്തു കേട്ടോ. 2 ടേബിൾ റാഗി പൗഡർ എടുത്തിട്ട് നല്ലപോലെ ഒരു ടീസ്പൂൺ കൊണ്ടൊന്ന് പൊടിയൊക്കെ ഒന്ന് കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ച് കൊടുത്തു കേട്ടോ. അതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കണം. കുറേശ്ശെ വെള്ളം എടുത്ത് നമുക്ക് നല്ലപോലെ ഒരു ടീസ്പൂൺ കൊണ്ട് കലക്കിയെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ട് കലക്കിയാലും മതി. ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ കൊണ്ടാണ് കലക്കിയെടുക്കുന്നത്. നല്ലപോലെ ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലപോലെ കട്ടയില്ലാണ്ട് ഇങ്ങനെ കലക്കിയെടുക്കണം കേട്ടോ. ഇതങ്ങനെ കട്ടയില്ലാണ്ട് കലക്കി വീണ്ടും അതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഇങ്ങനെ കലക്കി കേട്ടോ. ഒട്ടും കട്ട പാടില്ല. ഇതുപോലെ നല്ലപോലെ കലക്കി എടുത്തു കേട്ടോ. കുറച്ച് വെള്ളം അധികം ആയാലൊന്നും കുഴപ്പമൊന്നുമില്ല. വെള്ളം കൂടുതലായാലും പേടിക്കാനൊന്നുമില്ല. നമുക്ക് അടുപ്പത്ത് വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് പകർത്തി അടുപ്പത്ത് വെച്ച് നല്ലപോലെ ഇങ്ങനെ കുറുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ലപോലെ വേവിച്ചെടുക്കണം. അടി പിടിക്കാണ്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കി ഒരുവിധം വേവാറായിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റി ഒരുവിധം വെന്ത് തുടങ്ങി. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 2 ബലം ശർക്കര ഉരുക്കി അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ശർക്കരയുടെ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ, മധുരത്തിന് വേണ്ടിയിട്ട്. ശർക്കരയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ശർക്കരയും കൂടി ഒഴിച്ചതിന് ശേഷം ശർക്കരയുടെ ജ്യൂസും കൂടി ഒഴിച്ചതിന് ശേഷം വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി വീണ്ടും ഒന്ന് വേവിച്ചെടുത്തു. നല്ലപോലെ വെന്ത് വന്നു കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ വെറുതെ കഴിക്കാനായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. അതിനുശേഷം ചൂടായതിന് ശേഷം ഞാൻ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നല്ലപോലെ ചൂടാറി കേട്ടോ. നല്ലപോലെ കട്ട് ചെയ്യും. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം അതിലേക്ക് 2 കഷ്ണം പപ്പായ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി അതും കൂടി ചേർത്ത് കൊടുത്ത് മിക്സിയിൽ വെച്ച് ഒന്ന് അടിച്ചെടുത്തു കേട്ടോ. ഒന്ന് നല്ലപോലെ ഒന്ന് അടിച്ചു കൊണ്ടുവന്നു. അതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് 1 ഗ്ലാസ് പാലും കൂടി തണുപ്പിച്ച പാലാണ്. ആ പാലും കൂടി ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഒന്ന് അടിച്ചു കൊണ്ടുവന്നു.
നല്ല ടേസ്റ്റിയായ പപ്പായ ജ്യൂസാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പപ്പായ ജ്യൂസ് നല്ല ടേസ്റ്റി. ഇത് ഞാനതൊരു ഗ്ലാസ്സിലേക്ക് പകർത്തുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയായ ജ്യൂസാണ്. അപ്പോൾ അതിനൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് പപ്പായ തന്നെയാണ് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടി കാഷ്നട്ടോ അല്ലെങ്കിൽ വേറെ എന്താ ബദാമോ എന്ത് വേണേലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ പപ്പായയുടെ കഷ്ണം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി തന്നെയാണ് അത് മുകളിലിട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യുന്നത്. ഈ ചൂട് സമയത്ത് ഇതൊരു ഗ്ലാസ് മാത്രം കുടിച്ചാൽ മതി. നല്ല ഹെൽത്തി ആയിരിക്കും. നല്ല ക്ഷീണമോ നമുക്കൊന്നും ഉണ്ടാവില്ല ഇത് ഗ്ലാസ് കുടിച്ചാൽ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.